കണ്ണിന് വളരെ കൗതുകം തോന്നുന്നു. നിങ്ങളുടെ ഈ കോസ്റ്റ്യൂം വളരെ എന്താണെന്നറിയില്ല. ഒപ്പം നിങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എന്തോ ഒരു സംഗീതം പൊഴിയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു സംഗീതത്തിന്റെ ഇടുപ്പുണ്ടല്ലേ, അത് തോന്നുന്നുണ്ട്. ശരിയാണ്. ഓക്കെ, നിങ്ങൾ ബാൻഡ് മേളത്തിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ കണ്ണിനും കാതിനും കൗതുകം തോന്നുന്ന ഒരു വലിയ കലാരൂപമായിട്ടാണ് നമ്മൾ അംഗീകരിക്കുന്നത്. മാത്രമല്ല, നേതൃത്വ ഗുണം വേണം, ബുദ്ധിയുടെ വിവിധ തലങ്ങൾ പ്രവർത്തിക്കണം. ഒരു പഠന പ്രവർത്തനം പോലെ തന്നെയാണല്ലേ ബുദ്ധിയുടെ പ്രായോഗിക ബുദ്ധി വളരെ കൂടുതൽ വേണം, താളബോധം വേണം, ശ്രുതിബോധം വേണം അല്ലേ, അതുപോലെ നേതൃത്വ ഗുണം വേണം അല്ലേ. ഒരാൾ ലീഡ് ചെയ്യുന്നു, മറ്റുള്ളവരെല്ലാം കറക്റ്റായിട്ട് പോകുന്നു. അതിലുപരിയായിട്ട് ഇതിനകത്ത് കാണുന്ന ഏറ്റവും വലിയ ഒന്ന് സംഘബോധമാണ്. നിങ്ങൾ 20 കുട്ടികളും നിങ്ങൾ സ്കൂളിൽ വിട്ടാലും മറക്കുമോ ഈ കൂട്ടുകാരെ? അത്ര ഇഷ്ടമാണ് അവരോട് അല്ലേ. നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. കാരണം ഈ ബാൻഡ് മേളത്തിനോടൊപ്പം ഒരു സംഘം, ഒരു സമൂഹത്തെ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. ഇത്രയും സംഘമായി പ്രവർത്തിക്കുന്ന, ഒരേ മനസ്സോടെ, ഒരേ ചിന്താഗതിയോടെ, ഒരേ താളത്തോടെ പ്രവർത്തിക്കുന്ന ഒരു നല്ല കലാരൂപമാണ് ഇതിന് അല്ലേ. ഇത് എല്ലാ കുട്ടികളും പഠിക്കണോ? എല്ലാ കുട്ടികളും പഠിക്കണല്ലേ. നമ്മൾ കുറച്ച് കുട്ടികൾ മാത്രമല്ല, എല്ലാ കുട്ടികൾക്കും ഈ തരത്തിലുള്ള ഒരു ബോധം ഉണ്ടാകണം. അപ്പൊ അതിലൂടെ ആ കുട്ടികൾക്ക് താളബോധം ഉണ്ടാകും, നല്ല താളബോധം ഉണ്ടാകും. നിങ്ങളുടെ ഈ പരിപാടി കാണുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേ കാണുന്ന കുട്ടികൾ കൂടെ എന്തുണ്ടാവും? താളബോധമുണ്ട്. ഞാൻ പല ഭാഗങ്ങളിലും സന്ദർശിച്ചപ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പാൻമലർക്കും ആ കുട്ടികളെല്ലാം അങ്ങ് താളം തുള്ളാണ്, വളരെ കറക്റ്റായിട്ടാണ് താളം. ഇപ്പൊ നമ്മളൊരു കുട്ടികളെ താളം പഠിപ്പിക്കുന്നതിലുപരി അവര് അല്ലാതെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അവരത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ താളവും നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ ഡ്രമ്മിന്റെ ഒക്കെ വോയിസ് വന്ന് നെഞ്ചത്തടിക്കുമ്പോൾ ഉള്ളിൽ ഒരു ശരീരം മുഴുക്കെയാണ് ആ താളത്തിലേക്ക് പോകുന്നത്. ശരിയാണോ? അങ്ങനെ പോകുന്നുണ്ട്. ഈ സംഗീത ഉപകരണങ്ങളൊക്കെ നിങ്ങൾ യഥാർത്ഥത്തിൽ കായികവും കലയും കൂടെ സമന്വയിപ്പിക്കുന്ന ഒരു കലാരൂപമാണല്ലേ. യഥാർത്ഥത്തിൽ ഈ നാദം കേൾക്കുമ്പോൾ കുട്ടികളിലും ആ കേട്ടുകൊണ്ട് നിൽക്കുന്നവർക്കും നല്ല ഒരു ദേശീയ ബോധം ഉണ്ടാകുന്നു അല്ലേ. ഒരു അംഗീകാരം, എന്തോ നമുക്ക് ദേശത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണമോ എന്നങ്ങ് തോന്നും. നിങ്ങൾക്കുണ്ട്, ഓൾറെഡി ഉണ്ട്. പക്ഷെ കേൾക്കുന്ന കുട്ടികൾക്ക് കൂടി ദേശത്തോടുള്ള ഭക്തി അല്ലെ, ദേശഭക്തി എന്ത് ചെയ്യും? കൂടും, വർദ്ധിക്കും. ഏതൊക്കെ ഉപകരണങ്ങൾ നിങ്ങൾ വായിക്കുന്നുണ്ട്, പ്ലേ ചെയ്യുന്നുണ്ട്? ട്രംപറ്റ് ഉണ്ട്. ട്രംപറ്റ് ആണെങ്കിൽ സാധാരണ കുട്ടികൾ കണ്ടിട്ടുള്ളതാണ്. എങ്കിൽ തന്നെ ഈ സംഗീത ഉപകരണത്തിന്റെ പേരുകൾ യഥാർത്ഥത്തിൽ ചില കുട്ടികൾ അത് വിട്ടുപോകും അല്ലെ. എല്ലാം കാണുന്നു, കണ്ടു, രസിച്ചു അങ്ങ് പോയി. പക്ഷേ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ തന്നെ എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടാണ് ഇത് അല്ലെ ഇതിലേക്ക് വന്നത്. നിങ്ങളെ ഇത് പ്രോത്സാഹിപ്പിക്കാനായിട്ട് നിങ്ങളുടെ പഠന പ്രവർത്തനത്തിന്റെ സമയത്തോടൊപ്പം തന്നെ ഇതും പഠിക്കുവാനുള്ള പ്രോത്സാഹനം നൽകുന്ന ആരാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ? പ്രഥമാധ്യാപികയാണ് അല്ലേ. ആ ടീച്ചർക്ക് നമുക്കൊരു കാപ്സ് കൊടുക്കണം. കാരണം അതിന് സമയം നമുക്ക് തരുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഡ്രമ്മിൽ ഏതൊക്കെ വായിക്കുന്നുണ്ട്? സൈഡ് ഡ്രം വായിക്കുന്നുണ്ട്. സൈഡ് ഡ്രം വായിക്കുന്നു. അതുപോലെ തന്നെ ബേസ് ഡ്രം ആണ് ഭയങ്കര ആരോഗ്യമുള്ള ഒരാൾക്ക്. ശരിയാണോ? അതാ വായിക്കുന്ന ആരാണ്? നിങ്ങൾ രണ്ടുപേരാണല്ലേ. വെരി ഗുഡ്, വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ബേസ് ഡ്രം എടുത്തുകൊണ്ട് നമ്മൾ കായികമായിട്ടുള്ള ഒരു പ്രവർത്തനവും നടക്കുന്നുണ്ട്, ഒപ്പം അതിലൂടെ കറക്റ്റ് താളം പോകുന്നുണ്ട്. ഓരോ മൂവ്മെന്റും താളാത്മകമാണ്. ശരിയാണോ? ഓരോ മൂവ്മെന്റും താളം വളരെ ചിട്ടയോട് കൂടിയാണ്. അതുപോലെ എല്ലാ ഉപകരണവും വായിക്കുന്ന കുട്ടികൾക്കും പ്രത്യേകമായ ഒരു പരിശീലനം നമുക്കുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തുണ്ട് സംഗീത ഉപകരണം ഇതിനകത്ത്? സർക്കുലർ ബാസ്. സർക്കുലർ ബാസ് എന്ന് പറയുന്ന ആ സാധനത്തിലേക്കൂടെ വരുന്ന ശബ്ദത്തിന് നിങ്ങൾക്ക് എത്രമാത്രം ശക്തി കൊടുക്കണം ആണോ? ഭയങ്കര സ്ട്രെയിൻ അല്ലേ? നമ്പരൊക്കെ എടുക്കും. ശരി, കറക്റ്റ്. കണ്ടോ? അത് പ്രാക്ടീസ് ചെയ്യുന്ന സമയങ്ങളിൽ ആദ്യം എന്ത് ചെയ്യും? നമുക്ക് ചെറിയ ഉണ്ടാവും. അതിനുശേഷം ആ വേദന പിന്നെ മാറിയിട്ട് എന്ത് ചെയ്യും? അപ്പൊ ശ്വാസകോശ ഭിത്തി അങ്ങോട്ട് ബലം കൂടുകയും നമുക്ക് യഥേഷ്ടം നടന്നുകൊണ്ടോ ഓടിക്കൊണ്ടോ ഇങ്ങനെയൊക്കെ വായിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടുന്നുണ്ട്. ശരിയല്ലേ? അപ്പൊ അങ്ങനെ വരുന്ന ഒരാൾക്ക് സാധാരണ ശ്വാസം മുട്ടൽ പോലുള്ള അസുഖങ്ങൾ വരുമോ? വരത്തില്ല. അവരുടെ ശക്തി കൂടുതൽ, അവർക്ക് വൈറ്റൽ കപ്പാസിറ്റി കൂടുതലുമായിരിക്കും, മറ്റുള്ളവരെക്കാൾ കൂടുതലുമായിരിക്കും. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം വളരെ നേതൃത്വ ഗുണത്തോടു കൂടി ചെയ്തതിന് വളരെയധികം സന്തോഷമുണ്ട്.